നമുക്കിപ്പോൾ MG മിഥുനിലേക്ക് ഒന്ന് പോകണം. മിഥുന് ഒരു പുതിയ വിവരം മിഥുൻ നൽകാനുണ്ട്, അത് മനസ്സിലാകുന്നു. കാരണം കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലല്ല, ബാംഗ്ലൂരിലാണല്ലേ? സൂചിപ്പിച്ചെന്ന ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിരുന്നത് ചെന്നൈയിലാണ് ഈ സഹോദരനുള്ളത് എന്നാണ്. പക്ഷേ ഇപ്പോൾ വാഹിദിന്റെ പ്രതികരണം തന്നെ പുറത്തു വരികയാണ്. താൻ ചെന്നൈയിലല്ല, ബംഗളൂരുവിലാണ് ഉള്ളത്, താൻ അവിടെയാണ് ജോലി നോക്കുന്നത്, അവിടെ ഒരു ഹോട്ടലിലാണ് താൻ വർക്ക് ചെയ്യുന്നത് എന്നടക്കമുള്ള പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ ചെന്നൈയിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അതായത് സഹോദരന്റെ അടുക്കലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുകൂടി തിരിച്ചടിയാവുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ബംഗളൂരുവിലാണ് വാഹിദുള്ളത് എന്നുള്ള സുപ്രധാന വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ രഞ്ജിത പുറത്തു വരുന്നത്. അങ്ങനെ ഒരിക്കൽ കൂടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുമ്പിൽ വഴിമുട്ടുന്നു. നേരത്തെ CCTV ദൃശ്യങ്ങൾ അത് ലഭിച്ചിരുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ ഒരു തരത്തിലും ഈ ഒരു കന്യാകുമാരി സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൊന്നും തന്നെ കുട്ടിയെ കണ്ടെത്താനാവുകയും ചെയ്തില്ലായിരുന്നു. അങ്ങനെ വഴിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വാഹിദിന്റെ അടുക്കിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിലേക്ക്, ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തിന് കൂടി ഒരു തിരിച്ചടിയാകുന്നു. നിലവിൽ ബംഗളൂരുവിലാണ് താൻ താമസിക്കുന്നത്, അവിടെയാണ് ജോലി നോക്കുന്നത്, അവിടുത്തെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് താൻ എന്നടക്കമുള്ള മൊഴി ഇപ്പോൾ വാഹിദിന്റെ ഭാഗത്തുനിന്നും വരുന്നത്. രജിത, അതായത് ഈ പെൺകുട്ടിയുടെ സഹോദരനുള്ളത് ചെന്നൈയിലല്ല, ബാംഗ്ലൂരിലാണ്. പക്ഷേ ഈ സഹോദരനോട് പോലീസിനോട് നൽകിയ വിവരമാണോ മിഥുൻ? ഈ സഹോദരിയുമായി എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെന്ന് വല്ലതും ഇയാൾ പറയുന്നുണ്ടോ? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സഹോദരനെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ താങ്കളെ വിളിച്ചിട്ടുണ്ടോ, അതോ ഇതിനു മുമ്പ് ഏതെങ്കിലും സമയത്ത് കോണ്ടാക്ട് ചെയ്തിരുന്നു, എവിടെയാണ് താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയും ചെയ്തത്. പക്ഷേ വളരെ കാലമായിട്ട് വീട്ടുകാരുമായി യാതൊരു ബന്ധമില്ല, സഹോദരിയെ ഒന്നും തന്നെ താൻ വിളിച്ചിട്ടില്ല. അങ്ങനെ സഹോദരി എനിക്ക് തന്നെ ഫോൺ വിളിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ സഹോദരൻ വാഹിദ് വ്യക്തമാക്കുകയും ചെയ്തത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഈ വീട്ടുകാർ നൽകിയ ഒരു വിവരമായിരുന്നു ഇത്തരത്തിൽ ഈ കുട്ടി, ഈ വാഹിദ് ചെന്നൈയിലേക്കാണ് പോയത്, അവിടെ നിന്നായിരുന്നു ആദ്യം താൻ ചെന്നൈയിലുണ്ട് എന്നുള്ള വിവരം 2 വർഷം മുമ്പ് വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നേരത്തെ ഈ കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നൈയിലായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ വാഹിദിന്റെ പ്രതികരണം തന്നെ വരുന്നു, അത് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വാഹിദ് ഇപ്പോൾ ബംഗളൂരുവിലാണ് ജോലി നോക്കുന്നത്, ചെന്നൈയിലല്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ എത്തുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ചെന്നൈയിലാണ്. പോലീസിനും അത്രയും ചില സംശയങ്ങളുണ്ടായിരുന്നു, കാരണം ചെന്നൈയിലേക്കാണ് ഇയാൾ ജോലി തേടിപ്പോയത്. ഈ വീട്ടുകാരുമായിട്ട് അത്ര അടുപ്പമുള്ള ആളൊന്നുമല്ല, 19 വയസ്സുകാരനാണ്. അവിടെ ജോലി അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെയുമായി താമസിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾ ചെന്നൈയിലല്ല, ഇയാൾ ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്നാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും ബാംഗ്ലൂരിലേക്കും ഒരുപക്ഷെ ബാംഗ്ലൂർ പോലീസിനെ വിട്ടോ മറ്റോ കാര്യങ്ങൾ തിരക്കിയേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവിടേക്ക് പെൺകുട്ടി എത്തിച്ചേർന്നേക്കാം എന്നുള്ള സൂചനകളും പോലീസിന് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ കൂടി അന്വേഷണം പുരോഗമിച്ചേക്കാം. ഏതായാലും നമുക്ക് ഇപ്പോൾ നൽകാനാവുന്ന വിവരം എന്നുള്ളത് പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും തൽക്കാലം ഇല്ല എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. CCTV ദൃശ്യങ്ങളിലും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളും ലഭ്യമാകാത്ത സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. CCTV ദൃശ്യങ്ങൾ കാര്യമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പെൺകുട്ടിയെ സംബന്ധിച്ച പെൺകുട്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി സ്റ്റേഷനിലാണ് ഇറങ്ങിയതെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയതിൻ്റെ യാതൊരു തരത്തിലുമുള്ള ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഓട്ടോ ഡ്രൈവർമാർ നൽകിയ ഒരു മൊഴി ആയിരുന്നല്ലോ നിർണായകം. ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത് പെൺകുട്ടി രാവിലെ 5:30 ഇറങ്ങി ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം സ്ഥിരീകരിക്കാനാവുന്ന ഒന്നാണ്, അതിലും ഒരു അവ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ ഉള്ളത്. ഏതായാലും കേരള പോലീസിൻ്റെ 5 അംഗ സംഘം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അവരുടെ അന്വേഷണമുണ്ട്, അവർ പല വിധത്തിലും മാർഗങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവർ സ്വാഭാവികമായും തമിഴ്നാട് പോലീസിൻ്റെ കൂടി സഹായം തേടിയുള്ള അന്വേഷണമാണ്. 22 മണിക്കൂർ പിന്നിടുകയാണ്, 24 മണിക്കൂർ, 25ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ് പെൺകുട്ടിയെ കാണാതായിട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട വിവരമാണ്. ഏതായാലും നിർണായക ചിത്രം ലഭിച്ചത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്രക്കാരി പകർത്തിയ
നിർണായകമായ ഒരു ചിത്രം ലഭിച്ചത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. RPF-ന്റെയും തമിഴ്നാട് റെയിൽവേ പോലീസിന്റെയും സംയുക്ത സംഘം തെരച്ചിൽ ഉണ്ട്. ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളിൽ വിശദമായ തെരച്ചിൽ നടത്തിയിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറാനാണ്, കാരണം കുട്ടിയുടെ കയ്യിൽ പണമില്ല എന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. ലോക്കൽ കമ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിച്ചിരുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് സ്ലീപ്പറിലും പരിശോധനയുണ്ട്.